നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബാച്ചിലർ ഓഫ് ഫാർമസി +2 ഏതൊക്കെ വിഷയങ്ങൾ പഠിച്ച കുട്ടികൾക്കാണ് ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഈ കോഴ്സിന്റെ സിലബസ്, കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമുള്ള ജോബ് വേക്കൻസികൾ, അതുപോലെ സാലറി എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ച കുട്ടികൾക്കും ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ് എന്നിവ പഠിച്ച കുട്ടികൾക്കും ഈ കോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യാം. ഫിസിക്സ്, കെമിസ്ട്രി എന്നിവ ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ നിർബന്ധമുള്ളൂ. കേരളത്തിൽ ഗവൺമെന്റ് കോളേജുകളിലും പ്രൈവറ്റ് കോളേജുകളിലും ബിഫാമിന് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ കീം എക്സാം എഴുതണം. കീമിൽ അപ്ലൈ ചെയ്തതിന് ശേഷം കീമിലെ ഫിസിക്സ്, കെമിസ്ട്രി എന്നീ വിഷയങ്ങൾ ആണ് എഴുതേണ്ടത്. കീമിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ വിഷയങ്ങളാണ് എക്സാമിന് ഉള്ളത്. ബിഫാമിന് അഡ്മിഷൻ വേണ്ടവർ ഫിസിക്സ്, കെമിസ്ട്രി മാത്രം എഴുതിയാൽ മതി. കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിലും പ്രൈവറ്റ് കോളേജുകളിലും ബിഫാമിന്റെ അഡ്മിഷൻ നടത്തുന്നത് കീം എക്സാമിന്റെ റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിലും ബിഫാം കോഴ്സ് അവൈലബിൾ ആണ്. കേരളത്തിന് പുറത്ത് ഒരുപാട് കോളേജുകളിൽ ബിഫാം കോഴ്സ് അവൈലബിൾ ആണ്. കേരളത്തിൽ ഗവൺമെന്റ് കോളേജുകളിൽ മാത്രമാണ് ഫീസിൽ കുറവ് ഉള്ളത്. പ്രൈവറ്റ് കോളേജുകളിൽ ഗവൺമെന്റ് കോളേജിനേക്കാൾ വളരെ ഉയർന്ന ഫീസാണ്. ഏത് സ്റ്റേറ്റിലായാലും ബിഫാം കോഴ്സിന് വേണ്ടി കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ അവിടെ നല്ല ഫാക്കൽറ്റീസ്, അതുപോലെ നല്ല ലാബോറട്ടറി ഫെസിലിറ്റി എന്നിവ ഉണ്ടോ എന്ന് അന്വേഷിച്ചതിന് ശേഷം വേണം അഡ്മിഷൻ എടുക്കുവാൻ. ഏത് കോളേജ് സെലക്ട് ചെയ്താലും ആ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അപ്രൂവൽ, അതുപോലെ യൂണിവേഴ്സിറ്റിയുടെ അപ്രൂവൽ, ഓൾ ഇന്ത്യ ലെവലിൽ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ എന്നിവ ഉണ്ടായിരിക്കണം. കെമിസ്ട്രിയുമായി കൂടുതൽ റിലേറ്റഡ് ആണ് ഈ കോഴ്സ്. ഈ കോഴ്സ് തിരഞ്ഞെടുക്കുന്നവർക്ക് കെമിസ്ട്രിയിൽ കൂടുതൽ താല്പര്യം ഉണ്ടായിരിക്കണം. നന്നായി ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. മെഡിസിന്റെ മാനുഫാക്ചറിങ്, എഫക്ട്സ്, യൂസസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ കൂടുതലായിട്ട് പഠിക്കുന്നത്. അതുപോലെ തന്നെ ഹ്യൂമൻ ബോഡിയിൽ മെഡിസിൻ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചും വിശദമായി പഠിക്കുന്നുണ്ട്. 4 വർഷത്തെ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സാണ് ഇത്. 4 വർഷം നന്നായി ഹാർഡ് വർക്ക് ചെയ്യണം. കെമിസ്ട്രിയാണ് മെയിൻ ആയിട്ട് ഉള്ളത്. ഇതിനോട് താല്പര്യമുള്ളവർ, അതായത് ഈ കോഴ്സ് താല്പര്യമുണ്ടെങ്കിൽ, ഈ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം വേണം ഇത് തിരഞ്ഞെടുക്കുവാൻ. ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. അതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് ഈ കോഴ്സിൽ. തിയറി, പ്രാക്ടിക്കൽ രണ്ടിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. മെഡിസിനുമായി ബേസ് ചെയ്ത എല്ലാ കാര്യങ്ങളും കവർ ചെയ്തുള്ള പഠനമാണ് ഇത്. ഫാർമസി റിലേറ്റഡ് കാര്യങ്ങൾ മാത്രമല്ല, ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്കും അങ്ങനെ പല ഫീൽഡിലേക്കും കവർ ചെയ്തുള്ള പഠനമാണ് 4 വർഷം. ഏതൊരു കോഴ്സും സെലക്ട് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഈ കോഴ്സ് സെലക്ട് ചെയ്താൽ ഇത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന വിശ്വാസം ഉണ്ടെങ്കിൽ ഈ കോഴ്സ് സെലക്ട് ചെയ്യാം. കെമിസ്ട്രി നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയമാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ കോഴ്സ് സെലക്ട് ചെയ്യാം. ഈ കോഴ്സിൽ ഉൾപ്പെടുന്ന സിലബസ് ഹ്യൂമൻ അനാട്ടമി, ഫിസിയോളജി, ഫാർമസ്യൂട്ടിക്കൽ എഞ്ചിനീയറിംഗ്, ഫാർമക്കോളജി, കെമിസ്ട്രി എന്നിവയാണ്. ഡിഫാം 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സാണ്. ഡിഫാമിന് ശേഷം ലാറ്ററൽ എൻട്രി വഴി ബിഫാം കോഴ്സ് ചെയ്യുവാനായിട്ട് സാധിക്കും. ബിഫാം കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ മാസ്റ്റർ ഡിഗ്രിയായ എംഫാം ചെയ്യുവാനായിട്ടും സാധിക്കും. കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ എക്സ്പീരിയൻസും സ്കില്ലും അനുസരിച്ച് നിങ്ങൾക്ക് പല ഫീൽഡുകളിലും ജോലി ചെയ്യുവാനായിട്ടും സാധിക്കും. ഡ്രഗ് സേഫ്റ്റി അസോസിയേറ്റ്, ഡ്രഗ് ഇൻസ്പെക്ടർ, ഫാർമസ്യൂട്ടിക്കൽ സയന്റിസ്റ്റ്, കോളേജ് ലെക്ചർ, അങ്ങനെ പല രീതിയിലും ജോലി ലഭിക്കും. അതുകൂടാതെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലെയും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലെയും ഫാർമസി ഡിപ്പാർട്ട്മെന്റുകളിലും മെഡിക്കൽ ഷോപ്പുകളിലും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകളിലും മെഡിസിൻ മാനുഫാക്ചറിംഗ് കമ്പനികളിലും വർക്ക് ചെയ്യാം. നല്ല എക്സ്പീരിയൻസും സ്കില്ലും ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഷോപ്പ് തുടങ്ങുവാനും സാധിക്കും. PhD എടുത്താൽ ടീച്ചിങ് പ്രൊഫഷനും തിരഞ്ഞെടുക്കാം. നല്ല എക്സ്പീരിയൻസ് ഉണ്ടായാൽ ഇന്ത്യയിലും ഔട്ട്സൈഡിലുമൊക്കെ നല്ല സാലറിയോടുകൂടി ജോലി ചെയ്യുവാനായിട്ട് സാധിക്കും. മെഡിക്കൽ ഫീൽഡിൽ ചൂസ് ചെയ്യാൻ പറ്റിയ വളരെ നല്ല ഒരു കോഴ്സാണ് ഇത്. മെഡിക്കൽ പ്രൊഫഷൻ ആയതുകൊണ്ട് ഒരിക്കലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറയുകയില്ല. ഹോസ്പിറ്റൽ ഫീൽഡ് ഉള്ളിടത്തോളം കാലം ജോലി ലഭിക്കുകയും ചെയ്യും. കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ട്രെയിനിങ് പീരിയഡിൽ സാലറി കുറവായിരിക്കും. നിങ്ങളുടെ എക്സ്പീരിയൻസിന്റെയും കഴിവിന്റെയും അനുസരിച്ചാണ് സാലറി ലഭിക്കുന്നത്. ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ജോലി ലഭിച്ചാൽ നല്ല സാലറിയും അതോടൊപ്പം മറ്റുള്ള ആനുകൂല്യങ്ങളും ലഭിക്കും. കേരളത്തിന് പുറത്ത് വിദേശ രാജ്യങ്ങളിൽ വളരെ നല്ല സാലറിയോടുകൂടി ജോലി ചെയ്യുവാൻ സാധിക്കും. അതിന് നല്ല എക്സ്പീരിയൻസും പുറത്തേക്ക് പോകുവാനുള്ള എൻട്രൻസ് എക്സാം പാസ്സാവുകയും ചെയ്യണം. കേരളത്തിൽ ബിഫാം പഠിക്കാനാണ് താല്പര്യമെങ്കിൽ കീമിൽ അപ്ലൈ ചെയ്യണം. കീം അപ്ലൈ ചെയ്തതിന് ശേഷം അതിൽ ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങൾ എക്സാം എഴുതുകയും ചെയ്യണം. കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിലും പ്രൈവറ്റ് കോളേജുകളിലും കീം എക്സാമിന്റെ റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ബിഫാമിന് അഡ്മിഷൻ നൽകുന്നത്.
കേരളത്തിന് പുറത്തുള്ള കോളേജുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഏത് സ്റ്റേറ്റിലാണോ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അഫിലിയേഷൻ, അതുപോലെ യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻ, ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നിവയുടെ അഫിലിയേഷൻ ഉള്ള കോളേജുകൾ വേണം സെലക്ട് ചെയ്യുവാൻ. ഈ കോഴ്സ് തിരഞ്ഞെടുത്താൽ പഠിക്കാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കോഴ്സ് സെലക്ട് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റിൽ പറയണേ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.